മാർക്കോ വയലൻസിന്റെ മെയിൻ ഘടകം മേക്കപ്പാണ്. ഇപ്പം തിയേറ്ററിൽ നിന്ന് പല ആൾക്കാരും കണ്ട് തലകറങ്ങുന്നു ഛർദ്ദിക്കുന്നു കേൾക്കുന്നുണ്ട്. പക്ഷെ ആ ഫീൽ ആവണമെങ്കിൽ അതിന് അത്രയും ഡെപ്ത് കൊടുത്തത് ഇന്റൻസി കൊടുത്തത് മേക്കപ്പ് മാനും അതിന്റെ കൂടെ നിൽക്കുന്ന അസിസ്റ്റൻസുമാണ്. ഇത് ജഗദീഷ് ചേട്ടന്റെ കൈ തന്നെയാണ്. ജഗദീഷ് ചേട്ടന്റെ കൈയിന്റെ ഡൈ തന്നെയാണ് എടുത്ത് ഈ സിൽക്കോൺ എന്നുള്ള മെറ്റീരിയൽ നമ്മൾ വർക്ക് ചെയ്താണ്. സാറ് എന്തിനു റെഡിയാണ്, ജഗദീഷ് സാർ എന്തിനു റെഡിയാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനൊരു കണ്ണ് ഫുൾ പ്ലാസ്റ്റ് ചെയ്ത് അങ്ങ് അടച്ച്. അതായത് രാവിലെ 12 മണിക്ക് അടച്ചതാണ്. ഉച്ചയായപ്പോൾ 12 മണിക്ക് രാത്രി 8 മണി വരെ ഈ ഒരു കണ്ണ് ഫുള്ളി ക്ലോസ് ചെയ്തിട്ടാണ് പിന്നെ നിൽക്കുന്നത്. ഞങ്ങളൊക്കെ ആണെങ്കിൽ ഒരിക്കലും പറ്റത്തില്ല. കാരണം നോർമലി ഒരു ആർട്ടിസ്റ്റ് സമ്മതിക്കില്ല അങ്ങനെ. ഇതായിരുന്നു ആ കുഞ്ഞ്. വൈറസ് ബായ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരുന്ന കുഞ്ഞ് ഇതായിരുന്നു. ആളിനെയും പറഞ്ഞില്ല, ആ ഡെലിവറി സീൻ കഴിഞ്ഞ ശേഷം പുള്ളി ഭയങ്കര ഡിസ്റ്റർബായി. പുള്ളി ശരിക്കും ഒരു ഡിസ്റ്റർബായി. കാരണം കുട്ടികളെയും ഫാമിലിയൊക്കെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന ഒരാളാണ്. അൻവറിന്റെ കൈയായിട്ട് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഒരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ കൈ ലൈവായിട്ട് കട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു. അതായത് ഉണ്ണിബ്രോ ഉപയോഗിക്കുന്ന മെഷീൻ ഇല്ലേ, ഒറിജിനൽ മെഷീനാണത്. ഒറിജിനൽ മെഷീൻ കൊണ്ട് ഈ കൈ ലൈവായിട്ട് കട്ട് ചെയ്യുന്ന സീനാണ് ഉണ്ടായിരുന്നത്. ആസിഡിട്ട് മുക്കുന്ന ഒരു ബോഡി, അതൊരു പ്രത്യേക ഒരു ചലഞ്ചിങ് പരിപാടിയായിരുന്നു. ഇതാണ് ഷൗക്കത്തിന്റെ ബോഡി നമ്മൾ. പക്ഷെ സിനിമയില് കുറച്ച് ഭാഗം എടുത്തിട്ടുള്ളൂ. കാരണം അത് അത്രയും ഡീറ്റെയിൽ അവർക്ക് പ്രോബ്ലം ആയതാണ്. ഇത് ഷൂട്ട് ചെയ്യുന്നതിന്റെ തലേന്ന് ഞാൻ കോഴിക്കോട് നിന്ന് എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് 300 പുഴുണ്ട്, അതായത് കഴിക്കുന്ന ഒരു പുഴു, ആളുടെ ഞാൻ ഒരു 300 പുഴു കളക്ട് ചെയ്തിട്ട് KSRTC ബസ് കോഴിക്കോട് നിന്ന് നേരെ എറണാകുളത്ത് എത്തിച്ചു. അന്നാണ് 6 പാക്ക് റിലീവ് ചെയ്യുന്നത്. അന്ന് ഫുഡ് കഴിച്ചിട്ടില്ല ആള്, വെള്ളം കുടിച്ചിട്ടില്ല. വാട്ടർ കട്ട് എന്ന് പറയുന്ന സിസ്റ്റമാണ്. എന്നാലേ ഈ 6 പാക്ക് റിലീവ് ആവുള്ളൂ കറക്റ്റ്. അന്ന് വെള്ളം കുടിച്ചിട്ടുമില്ല, ഫുഡും കഴിച്ചിട്ടില്ല. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത്രയ്ക്ക് സ്ട്രെയിൻ എടുക്കുകയാണ്. ഓരോ ഷോട്ട് കഴിയുമ്പോൾ ഓരോ എക്സസൈസ് ചെയ്യുക, ഓരോ ഷോട്ട് കഴിയുമ്പോൾ ഒന്നും കഴിക്കാതെ 10-100 രൂപ ഇടിച്ചിടണം. ഭയങ്കര ഡെഡിക്കേറ്റ് ആണ് ഉണ്ണിബ്രോ, സമ്മതിക്കണം. യൂട്യൂബിൽ പലതരത്തിലുള്ള അൺബോക്സിംഗ് വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ആദ്യമായി കൃത്രിമമായ കൈയും കാലും തലയും തലച്ചോറും ഹൃദയവും ഒക്കെ അൺബോക്സ് ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂവിലേക്കാണ് നിങ്ങൾ കിടക്കുന്നത്. മാർക്കോയുടെ സ്പെഷ്യൽ പ്രോസ്തെറ്റിക് മേക്കപ്പ് മാൻ എന്ന പദവിയിലൂടെ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ വല്ലാത്തൊരു മരവിപ്പും അതുപോലെ തന്നെ വിസ്മയവും സമ്മാനിച്ച മേക്കപ്പ് മാൻ സുധി സുരേന്ദ്രനാണ് ചേരുന്നത്. നമസ്കാരം. താങ്ക് യു. ഒരേ സമയം ഒരു ആർട്ടും അതുപോലെ തന്നെ ഒരു ഷോക്കിങ്ങും ആണ് മാർക്കോയിലെ ഓരോ ഘട്ടവും. അതിന്റെ ലെവൽസ് ഇങ്ങനെ കൂട്ടി അതിന്റെ ഒരു എപ്പിട്ടോപ്പിലെത്തുമ്പോഴാണ് അത് അവസാനിക്കുന്നത്. ആളുകൾ അറച്ചു അല്ലെങ്കിൽ പേടിച്ചു എന്നൊക്കെ തോന്നുമ്പോൾ എന്താ മനസ്സിലേക്ക് വരുന്നത്? തീർച്ചയായും അത് കേൾക്കുമ്പോൾ ഒരു ഭയവും ഒരു അഭിമാനമുണ്ട്. കാരണം നമ്മുടെ ഒരു വർക്കിന്റെ റിസൾട്ട് ആണല്ലോ അത്. അതിന്റെ ഒരു റിയാക്ഷൻ അത് കാണുമ്പോഴും അതിന്റെ ഒരു ആൾക്കാർ ഇത്രയും ഭയപ്പെടുമ്പോഴും അതിന് അത്രയും ഒറിജിനാലിറ്റി എനിക്ക് കൊണ്ടുവരാൻ പറ്റിയോണ്ടാണ്. അതിലൊരു അഭിമാനമുണ്ട്. ഇന്ത്യ മൊത്തം, നമ്മൾ കേരളത്തിൽ നിന്നൊരു മേക്കപ്പിനാണ് ചെയ്തിരിക്കുന്നതിനും ഇന്ത്യ മൊത്തം സംസാരിക്കുന്നതിലും ഒരു അഭിമാനമുണ്ട്. തീർച്ചയായിട്ടും മാർക്കൊരു ഭാഗം പറ്റിയതിൽ ഒരു ഭാഗ്യമായിട്ട് കാണുന്നു. ഞാൻ ബേസിക്കലി ഒരു കമൽഹാസൻ സിനിമകളിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന മേക്കപ്പും അതിന്റെ ഡീറ്റെയിലിങ്ങിനും വലിയ ആരാധകനാണ്. തേവർ മകനില് നാസറിന്റെ തല വെട്ടിപ്പോയിട്ട് തല ഇങ്ങനെ വെട്ടിപ്പോകുന്ന ഒരു സീൻ മാത്രമേ ഉള്ളൂ. പക്ഷെ കമൽ സാർ പിന്നീട് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആ തല നിലത്ത് വീണിട്ട് നമ്മുടെ തല അറ്റുപോയാലും ആ തല വർക്ക് ചെയ്തോണ്ടിരിക്കുമല്ലോ, അപ്പൊ ആ വാ ഇങ്ങനെ ഇറങ്ങുന്ന ഒരു വിഷ്വൽ ഉണ്ടായിരുന്നു. പക്ഷെ സെൻസറിൽ കട്ടായി പോയി. അപ്പൊ മാർക്കോയിൽ അതിന് തന്നെ അത്രയും കട്ടായി പോയെങ്കിൽ മാർക്കോയിൽ എന്തുമാത്രം കട്ടായി പോയിട്ടുണ്ടാവും എന്നുള്ളതിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുമ്പ് അത് നമുക്ക് പറഞ്ഞ അൺബോക്സിങ്ങിലേക്ക് കടക്കേണ്ടതുണ്ട്. ആദ്യം നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം? നമുക്ക് മാർക്കോയിൽ ഫസ്റ്റ് ഞാൻ എൻ്റെ അടുത്ത് ഹനീഫിക്ക് സംസാരിക്കുമ്പോൾ തന്നെ എല്ലാ പാർട്സും ഓൾറെഡി മാർക്കോയിൽ എന്താണെന്നുള്ള ഐഡിയ മനസ്സിലായി. എന്താ ഫുൾ വയലൻസ് ആണെന്നുള്ള മനസ്സിലായ ശേഷം നമ്മൾ ആർട്ടിസ്റ്റിന്റെ ഡൈ എടുക്കണം. അങ്ങനെ ആർട്ടിസ്റ്റിന്റെ ഡൈ എടുത്താണ് നമ്മൾ ചെയ്യേണ്ടത്. ജഗദീഷിന്റെ കൈ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്, കബീർ സിംഗിന്റെ തല കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അങ്ങനെ ഓരോ ഓർഡറിൽ പറയുകയാണ്. ഒരു നിമിഷം, ഇതൊരു സ്പോയിലർ അലർട്ട് ഇന്റർവ്യൂ ആണ്. സിനിമ കാണാത്തവർ സിനിമ കണ്ടിട്ട് മാത്രമേ ഈ ഇന്റർവ്യൂവിന് വേണ്ടി, കാരണം നിങ്ങളുടെ ഒരുപാട് രസകരമായ നിമിഷങ്ങൾ ജഗദീഷിന്റെ കൈയാണ് ആദ്യമായിട്ട് നമ്മൾ പ്രോസറ്റിക്കിൽ ഉണ്ടാക്കിയത്. അപ്പൊ അതാണ് ഞാൻ ഫസ്റ്റ് പ്രസന്റ് ചെയ്യുന്നത്. ഡയറക്ടർക്കും ഉണ്ണിബ്രോയ്ക്കും ചെയ്ത് കാണിക്കുന്നത്. ആ ഒരു പ്രസന്റിലാണ് നമ്മൾ വർക്ക് ഫിക്സ് ആവുന്നതും ആ ഒരു എന്താ പറയുക ഫുൾ കോൺഫിഡൻസ് നമുക്ക് കിട്ടുന്നത്. ആ കൈയാണ് ഇത് ജഗദീഷ് ചേട്ടന്റെ കൈ തന്നെയാണ്. ജഗദീഷ് ചേട്ടന്റെ കൈയിന്റെ ഡൈ തന്നെ, ജഗദീഷ് ചേട്ടന്റെ കൈയിന്റെ ഡൈ തന്നെയാണ് എടുത്ത് ഈ സിൽക്കോൺ എന്നുള്ള മെറ്റീരിയൽ നമ്മൾ വർക്ക് ചെയ്തതാണ്. ഫുൾ ഡീറ്റെയിലിംഗ്, ഈ ഗ്രോത്ത് ഉൾപ്പെടെ കംപ്ലീറ്റ് ഗ്രോത്ത്, ഈ വൈൻസ്, ഇതെല്ലാം നമുക്കൊരു മോൾഡ് വർക്ക് ചെയ്ത് ഒരു ക്ലേ വർക്കൊക്കെ ചെയ്തു തരുന്ന ആർട്ടിസ്റ്റ് ഉണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ ആ പുള്ളിയെ കൊണ്ട് ചെയ്യിച്ച ശേഷമാണ് നമ്മളിത് ഡീറ്റെയിലിംഗ് ചെയ്യുന്നത്. ശരിക്കും ഡീറ്റെയിലിംഗ്, ആ അത്രയും ഡീറ്റെയിലിംഗിൽ കൂടെയാണ് ഞങ്ങൾക്ക് ഇത് ചെയ്തെടുക്കുന്നത്. ഈ കൈയുടെ അത്രയും അതായത് ജഗദീഷന്റെ കയ്യിലെ രേഖ തന്നെയാണത്. അതില് നമ്മൾ അൾജിനേറ്റ് എന്നുള്ള ഒരു മെറ്റീരിയൽ ഡൈ എടുക്കുന്നതാണത്. അപ്പൊ അത്രയും പ്രൊഫഷണൽ ആയിട്ട് കിട്ടും. ഹെയർ ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്നതാണ് പുള്ളിയുടെ ഒറിജിനൽ. നമ്മൾ വിഗിലൊക്കെ യൂസ് ചെയ്യുന്ന ഹെയർ ആണത്. അതായത് വിഗിലൊക്കെ യൂസ് ചെയ്യുന്ന ഹെയർ ആണ് ഇതിലും നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്.
ഓക്കെ ഓക്കെ. അപ്പോൾ അത് ഇത്രയും കളറിങ്ങും ആ ഡീറ്റെയിലിങ്ങും എല്ലാം കൊടുത്ത് നമ്മൾ ഇങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത്. ഡയറക്ടറെ പ്രസന്റ് ചെയ്യുന്നത് ആ ബോക്സ് ഉണ്ട്, ആ സിനിമ കണ്ടവർക്കറിയാം, ആ ബോക്സിനകത്താണ് കാണിക്കുന്നത്. ആ ബോക്സിനകത്ത് തന്നെ ഞാൻ വെച്ചു ബ്ലഡൊക്കെ ട്രൈ ബ്ലഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ കൊണ്ട് കാണിക്കുന്നത്. അതിൻ്റെ ഷൂട്ട് കുറച്ച് ദിവസം കഴിഞ്ഞേ ഉള്ളൂ. പക്ഷെ കാണിക്കുമ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് എന്ന് പറയും പോലെ ഇങ്ങനെ കണ്ട് കാണിച്ചു പെട്ടിയിൽ കൈ വെച്ചിട്ട് കാണിക്കുകയാണ്. ചുമ്മാ ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ട് സാർ ഇത് ജഗദീഷേൻ്റെ കൈയാണെന്നല്ല കാണിച്ചത്, ഞാൻ ബോക്സിൽ തന്നെ ക്രിയേറ്റ് ചെയ്തു എങ്ങനെയാണോ ഷൂട്ടിന് ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് കാണിക്കുന്നത്. അന്ന് ഫസ്റ്റ് ദിവസം ഷൂട്ട് തുടങ്ങുകയാണ് മൂന്നാർ. അപ്പോൾ ബ്രേക്ക് ടൈമിൽ ഉണ്ണി ബ്രോയും അവരെല്ലാം ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സാർ ഞാൻ മറ്റേ ജഗദീശൻ്റെ കൈ ഉണ്ടാക്കിയിട്ടുണ്ട് കാണിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ ആൾ ശരി ഒന്ന് ഓക്കെ എന്ന് പറഞ്ഞ് കൊണ്ട് കാണിക്കുമ്പോൾ തന്നെ ആൾ ശരിക്കും ഞെട്ടിയെന്ന് തന്നെ പറയാം. കാരണം ആൾ ഉദ്ദേശിക്കാലും അപ്പുറമാണ്. ഇത്ര ഡീറ്റെയിലിങ്, ആ ഗ്രോത്ത്, ആ വൈൻസ് എല്ലാം ഡീറ്റെയിലിംഗ് ഉണ്ടല്ലോ. അതെ ഈ വെയിൻസ് വരെ കറക്റ്റ് ഡീറ്റെയിലിംഗ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയെന്നുള്ളതാണ്. അത് നമുക്ക് നമ്മുടെ കൂടെയുള്ള ആർട്ടിസ്റ്റ് സേതുവാണ് ചെയ്തെങ്കിൽ നമ്മൾ ഡീറ്റെയിലിംഗ് നമ്മൾ തന്നെ ചെയ്യണം. കാരണം അവൻ മോൾഡ് നമ്മൾ ചെയ്യുന്നതിന് ഒരു മോൾഡ് ഉണ്ടാക്കി തരിക എന്നുള്ളത് മാത്രമേ ഉത്തരവാദിത്തം ഉള്ളൂ. ഇപ്പൊ സേതുവിന്റെയും ഇതിലെ പങ്ക് എന്താണെന്ന് വ്യക്തമാക്കി പറയാം. അതായത് പല ആൾക്കാർക്കും അതിനൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഒരു മലയാള സിനിമയിൽ ഒരു ഡയറക്ടർ ഞങ്ങളുടെ അടുത്തൊരു ക്യാരക്ടർ ബേസ് ഒരു സ്റ്റോറി സംസാരിക്കുമ്പോൾ അത് ഡിസൈൻ ചെയ്യുന്നത് മേക്കപ്പ് മാനാണ്. അപ്പോൾ അതിനെ കൊണ്ട് നമ്മളത് ഡയറക്ടറിൻ്റെ അടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടൊരു സ്കെച്ച് ഉണ്ടാകും. സ്കെച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അത് അറിയാമെന്നുള്ളവർക്കേ പറ്റുള്ളൂ. ഞാനത് പഠിച്ചിട്ടില്ല. അപ്പോൾ അതിന് സഹായിക്കാൻ വരുന്നതാണ് നമ്മുടെ സേതു വരുന്നത്. അപ്പോൾ അങ്ങനെ സേതു ആണ് നമ്മൾ ക്യാരക്ടർ സ്കെച്ചിങ്ങിന് കൂടെയാണ് നമ്മുടെ സേതുവിനെ നമ്മൾ സിനിമയിൽ ഇൻക്ലൂഡ് ആക്കുന്നത്. ഈ പ്രോസറ്റിക് മേക്കപ്പും ഈ പറയുന്ന സ്പെഷ്യൽ വർക്കൊക്കെ നേരത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ എല്ലാവരും ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അതായത് എൻ്റെ PN മണി എന്നുള്ള മേക്കപ്പാണ് എൻ്റെ ആശൻ. പുള്ളി ദേവാസുരം മുതലേ പല സിനിമകളിലും ഈ കാര്യങ്ങളെല്ലാം ചെയ്തു വന്നു. പക്ഷെ ഇതൊന്നും അത്ര വലിയ വർക്കൊന്നും ആയിട്ടൊന്നും അങ്ങനെയല്ല വന്നിട്ടുള്ള. അപ്പോൾ ഈ പ്രോസറ്റിക് വർക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു ആർട്ടും കൂടെ ആവശ്യമുണ്ട്. അതായത് മോൾഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഡയറക്ടർ പറയുന്ന ഒരു ക്യാരക്ടറിനെ നമ്മൾ ഡിസൈൻ ചെയ്ത് ഇത് മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പുള്ളിയെ കൊടുക്കുന്നത്. ഈ സേതു എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത് കൊടുക്കും. പുള്ളി ചെയ്ത് മോൾഡ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ നമ്മളത് ഡീറ്റെയിലിംഗ് ചെയ്യും. ഡീറ്റെയിലിംഗ് ചെയ്ത ഡയറക്ടറെ കാണിക്കുന്നത്. ഓക്കെ. അപ്പോൾ അത് മേക്കപ്പിൽ കൂടെ ഇൻക്ലൂഡായി നിൽക്കുന്നത് തന്നെയാണ് പ്രോസറ്റിക് മേക്കപ്പ് എന്ന് പറയുന്നത്. അത് ഈ സുരേന്ദ്രനാണ് മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ് മൊത്തം ഹാൻഡിൽ ചെയ്യുന്നത്. ഞാൻ തന്നെ ഭാഗം മാത്രമാണ്. അപ്പോൾ അത് 1-2 ഇന്റർവ്യൂവിൽ കുറച്ച് തെറ്റിദ്ധാരണ ഇങ്ങനെ കാണാൻ പറ്റി. അപ്പോൾ എനിക്കിങ്ങനെ കുറെ ആൾക്കാർ വിളിച്ച് ചോദിച്ചു, ഇത് സുധീര വർക്കല്ലേ? ഞാൻ അപ്പോൾ അവർക്ക് എക്സ്പെക്ട് ചെയ്യണം. കാരണം ഞാനിവിടെ ഇല്ലായിരുന്നു, സ്ഥലത്ത് ദുബായിലായിരുന്നു. ഫീൽ ഗുഡ് സിനിമകളുടെ അംബാസഡർ ആയിരുന്നല്ലോ. വാഴ ചെയ്തിട്ടുണ്ട്, ജയ ഹേ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റുമെന്നൊരു ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സംശയം ഉണ്ടാവും. ഡയറക്ടറും ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ കൈ അവിടേക്ക് വരുന്നത്. അതെ. അപ്പൊ അത് എനിക്ക് ശരിക്കും ആ സബ്ജക്റ്റ് കേൾക്കുമ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, നമുക്ക് പറ്റുമോ, കാരണം ഇത്രയും വർക്ക് ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് ഞാൻ സഹായത്തിന് കുറച്ച് ആൾക്കാർ എൻ്റെ കൂടെ ഇൻക്ലൂഡ് ആക്കി ആദ്യം നമ്മുടെ ടീം എന്നെ ബിൽഡ് ചെയ്തത്. പക്ഷെ നല്ലൊരു വിജയമായിരുന്നു, ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റി. മലയാള സിനിമയിൽ തന്നെ ഇത്രയും വയലൻസും ഇന്ത്യൻ സിനിമ തന്നെ അത് ഭയങ്കര ഒരു ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു. ഇതുപോലെ തന്നെ മറ്റൊരു കൈയുണ്ട്. ഈ കൈയാണ് നമ്മൾ ഫൈറ്റ് സീനൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഫൈറ്റ് സീന് കലൈ മാസ്റ്റർ, എൻ്റെ ഫൈറ്റ് മാസ്റ്റർ ഉഗ്രം കൊറിയോഗ്രാഫറാണ്. ആളുടെ നിർബന്ധമായിരുന്നു ഒരു 5 കൈ 5 കാല് വേണമെന്നുള്ള നിർബന്ധമായിരുന്നു. അപ്പം അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ്. ഇത് പല സീനിലും കണ്ടാൽ അറിയായിരിക്കും. എൻ്റെ കൈ ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ ഒടിക്കുമ്പോൾ ബോൺ പുറത്ത് വരുന്നത്. ഈ കൈയുടെ ഈ വിഷ്വല് നമ്മൾ ട്രെയിലർ ഒരുപാട് പേര് വിചാരിച്ചിരുന്നത് VFX ആണ്. ഇത് VFX അല്ല, ഇത് പക്ഷേ ശരിക്കും നമ്മുടെ ഈ ബോണാണ് പുറത്ത് വരുന്നത്. VFXന്റെ ബ്ലഡും അതിൽ കൂടെ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ട്. ഇത് തന്നെയാണ് പുറത്ത് വരുന്നത്. ഇത് അപ്പൊ ഇതിന് വേണ്ടി അല്ല കാണിച്ചോട്ടെ. ഇതിപ്പോ ജഗദീഷ് ചേട്ടന്റെ തന്നെ കൈ, പക്ഷെ ഇതെങ്ങനെ ഇതിപ്പോ നമ്മുടെ കൂടെ ഉള്ള ഒരാളുടെ കൈയാണ്. നമ്മുടെ ഒരു കൂടെ ഉള്ള ഒരാളുടെ, അതായത് ഫൈറ്റേഴ്സ് ആണല്ലോ. ഇതെല്ലാം ഒരു 10 കൈ ഫൈറ്റേഴ്സിന് തന്നെ വേണം. അപ്പൊ അവരെ ഡൈ എടുത്ത് ചെന്നൈന്ന് വരുത്തി ചെയ്യുന്നേക്കാളും നമ്മുടെ കൂടെ ഉള്ള എനിക്ക് നമ്മുടെ അസിസ്റ്റൻസിന്റെ ആരെ കൈയാണ്. അവന്റെ കൈ ഡൈ എടുത്തിട്ടാണ് ഈ മോൾഡ് റെഡിയാക്കുന്നത്. ഈ ബോണിന് വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്താ? അത് നമ്മൾ ഇത് തന്നെയാണ്, സിലിക്കോൺ തന്നെയാണ്. ഇത് ഓൾമോസ്റ്റ് എല്ലാം സിലിക്കോണിൽ കൂടെ റബ്ബർ സിലിക്കോൺ ആണ്. അത് സ്മൂത്തനിങ്, അത് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ്. അത് നമ്മൾ അതിനാണ് കോസ്റ്റ്ലി ആവുന്നത്. ഇതിന്റെ മെയിൻ കോസ്റ്റ് വരുന്നത് ഈ മെറ്റീരിയലിനാണ്. ഈ മേക്കപ്പിന് മാത്രം മാർക്ക് വന്ന ഉദ്ദേശം എത്ര പണം ചെലവായിട്ടുണ്ടാവും?
എക്സ്പെൻസീവ് എനിക്ക് കറക്റ്റ് ക്ലിയർ അറിയില്ല. നമ്മുടെ പർച്ചേസിങ്ങും ഈ ബാറ്റയൊക്കെ സെപ്പറേറ്റാണ് വരുന്നത് അസിസ്റ്റൻസിന്. ഈ മെറ്റീരിയൽ കോസ്റ്റ് എങ്ങനെയാലും ഒരു 15 ലക്ഷത്തിനകത്ത് മെറ്റീരിയൽ കോസ്റ്റ് മാത്രമായിട്ടുണ്ട്. മെറ്റീരിയൽ പിന്നെ അത് സെപ്പറേറ്റ് ബാറ്റ അവരുടെ സാലറി ഒക്കെ സെപ്പറേറ്റ്. 50 ലക്ഷത്തിനകത്ത് 50 ലക്ഷത്തിനകത്തൊന്നും വരാൻ സാധ്യതയില്ല. 30 ലക്ഷം അതൊക്കെ എന്തായാലും വരാൻ സാധ്യതയില്ല. കാരണം അത്രമാത്രം ബ്ലഡ് ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ഇതിൽ. ബ്ലഡ് 1200 ഒക്കെ വരുന്നുണ്ട് ലിറ്ററിന്. 240 ലിറ്റർ ബ്ലഡ് ഞാൻ പല ഇന്റർവ്യൂവിൽ പറഞ്ഞെങ്കിലും അത് ഉള്ളതാണ്. കാരണം നമ്മൾ അത്ര യൂസ് ചെയ്യും. 11 ഫൈറ്റാണ് ഇതിലുള്ളത്. അതിൽ 2 ഫൈറ്റ് സെൻസറിങ്ങിൽ പോയി, പല ഭാഗങ്ങളും പോയി. ഏതാണ് 2 ഫൈറ്റ് മുഴുവനായും പോയി. അതായത് നമ്മുടെ പുള്ളിയില്ലേ ഒരു ആർട്ടിസ്റ്റ് നമ്മുടെ കഴിഞ്ഞ ദിവസം പറഞ്ഞ റിയാസ് ഖാൻ സാറിന്റെ ആ ഫൈറ്റ് ഫുള്ള് മൊത്തത്തില് ലെങ്ത് പ്രശ്നം പ്രോബ്ലം എന്തോ. റിയാസ് ഖാൻ ഫൈറ്റിന് എന്തായിരുന്നു പ്രത്യേകത? അത് പൊളിറ്റേഷൻ ഫൈറ്റ് ആണ്. അത് ഈ പറഞ്ഞ പോലെ വയലൻസ് അങ്ങനെ ഇല്ല. അത് ഒരു കാല് ചെസ്റ്റ് ചവിട്ടി ഓടിക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. വലിയ വയലൻസ് ഒന്നും പറയാനില്ല അതില്. പക്ഷെ എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയില്ല. കാരണം എനിക്ക് ലെങ്തിന്റെ പ്രശ്നമാണോ അങ്ങനെ ട്രിമ്മിങ് ആണോ എന്നറിയില്ല. പക്ഷെ OTT ഉണ്ടാവുമെന്നാണ് ഞാൻ. പോലീസ് ഓഫീസറായിരുന്നു. അതായത് സിനിമയുടെ ഇതൊരു ഫ്ലാഷ് ബാക്ക് സീനാണത്. അത് ഇപ്പൊ പോകുന്ന സീനും ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന സിനിമയായിട്ട് ഒരു ഭാഗമല്ല അത്. അതൊരു ഫ്ലാഷ് ബാക്കിലെ ഒരു സീനാണത്. അപ്പൊ അത് OTT എന്താണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ഒരു അവയവം കാണിച്ചാവോ? അവയവം പിന്നെ ഈ പറഞ്ഞില്ലേ നമ്മളെ ഹാർട്ട്, ലാസ്റ്റ് പുള്ളിയുടെ ഹാർട്ട് പറിച്ചെടുക്കുന്നത്. അത് അനീഫിക്ക് ഇങ്ങനെ പറയണ്ടായിരുന്നു. അതായത് ഈ 2 വില്ലന്മാരും ചെയ്യുന്ന ക്രൂരത നമ്മൾ കണ്ടതാണ്. അപ്പൊ അവരെ ഭീകരമായിട്ട് തന്നെ കൊല്ലണം. എന്നാലും ഇത് അത്ര ഇത്. അപ്പോൾ ആ പുള്ളിയുടെ ഹാർട്ട് ഇടിച്ച് പുറത്തെടുത്ത് ഈ ഒരു ബീറ്റൊക്കെ ഇങ്ങനെ ഒരു ബീറ്റൊക്കെ ഉണ്ടാവാറ്. ഞാനൊരു ടൈമിങ് പമ്പിങ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, ഈ പമ്പിങ്ങിൽ കൂടെ ഈ ബീറ്റ് ഇങ്ങനെ പമ്പ് ചെയ്യും ഹാർട്ട് എടുത്ത ശേഷം. ഈ ബീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉണ്ണിച്ചേട്ടൻ്റെ റിയാക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഇത് പൊട്ടിക്കുന്നതാണ്. അതൊക്കെ ശരിക്കും ഷൂട്ട് ചെയ്തതാണ്. കാരണം ശരിക്കും പൊട്ടിക്കുന്നുണ്ടായിരുന്നു. കാരണം അതൊന്നും സെൻസറിങ്ങിൽ എന്തോ അറിയാൻ പാടില്ല. അത് കണ്ടിരിക്കാൻ പറ്റാത്ത കാരണമോ അത് എഡിറ്റിങ്ങിന് പോയാണ്. അത് കംപ്ലീറ്റ് നമ്മൾ ഈ ഡീറ്റെയിലിംഗ് എടുത്തിട്ടുണ്ട്. അത് ഉള്ളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ റിയാക്ഷനും ഈ ബീറ്റിംഗ് എല്ലാം കഴിഞ്ഞാൽ ഇത് പൊട്ടിക്കുന്നതാണ്. അത് കഴിഞ്ഞാൽ ഉണ്ട്. അത് കഴിഞ്ഞാൽ പുള്ളിയുടെ നെഞ്ച് ഫുഡ് വലിച്ചു കീറുന്നുണ്ട്. അതാണ് ഈ പാർട്സ്. അതിനുശേഷം വരുന്നതാണ് ഇതിന്റെ ബാക്കിലോട്ടുള്ളത്. ഇതൊന്നും ഭയങ്കര ബ്ലൂട്ടണിലേക്ക് പോകുന്ന സാധനങ്ങളൊക്കെ. അതാണ് 8 മിനിറ്റ് എന്ന് പറയുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഇങ്ങനത്തെ കുറെ വിഷ്വൽസ് ആണ്. ഇതെന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ നിന്ന് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഫുൾ ബ്ലഡ് ഇട്ട് കഴിഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കാൻ പേടിക്കും. അത്രയ്ക്ക് ഡേഞ്ചർ, ഒരു വല്ലാത്തൊരവസ്ഥയായിരിക്കും. അതാണ് ഈ ഒരു അവസ്ഥ. അല്ല, ഈ ഇപ്പൊ ഹാർട്ട് എടുക്കുക എന്ന് പറയുമ്പോഴേ ഇപ്പൊ റാംബോ 4 അങ്ങനെ ഒരു സീക്വൻസ് സിൽവർ സ്റ്റാലിൻ കൈയിട്ടിട്ട് അതൊരു റെഫറൻസ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഞാൻ റെഫറൻസ് ചെയ്തിരുന്നു സീരിയസ്ലി. കാരണം എനിക്ക് അതിന്റെ ഒരു ഐഡിയ കിട്ടണമല്ലോ, എങ്ങനെയാണ് നമ്മൾ ഷോർട്ട് വെക്കണമെന്നുള്ളൊരു ഐഡിയ കിട്ടണം. അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് ഈ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആ സിനിമയുടെ റെഫറൻസ് നോക്കിയായിരുന്നു. ഇത് എങ്ങനെയാണെന്ന് ആ സിനിമയുടെ ഒരു ഓപ്ഷൻ ഞാൻ ഇങ്ങനെ നോക്കിയായിരുന്നു. കാരണം അതിലും ജസ്റ്റ് ഇങ്ങനെ എടുക്കുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മളത് എടുത്ത ശേഷം കുറച്ചും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ആ ഒരു ഈ തുടുപ്പ് ഇങ്ങനെ കാണുമ്പോൾ ഉണ്ണിയുടെ റിയാക്ഷൻ മാറിയിട്ടാണ് ഇത് പൊട്ടിക്കണത്. ആ ഒരു സാധനം കയ്യിലുണ്ട്. പക്ഷെ അതൊന്നും സിനിമ ഞാൻ ദുബായിൽ നിന്നാണ് കണ്ടത്. ഇവിടുത്തെ അവസ്ഥ എനിക്കറിയില്ല. പക്ഷെ ഇല്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. അല്ല, ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ. ഇതൊക്കെ വളരെ വിചിത്രമായിട്ടുള്ള ഭാവനകളാണല്ലോ. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ ഹൃദയം കൈ കൊണ്ട് ഹൃദയം എടുത്ത് അത് പൊട്ടിച്ച് നശിപ്പിക്കുന്നു എന്ന് പറയുന്നത് നമ്മളങ്ങനെ എളുപ്പത്തിൽ ചിന്തിക്കുന്ന ഒരു ഏരിയ അല്ല. എങ്ങനെയാ ഇപ്പൊ ഇമാജിനേഷൻ വർക്ക് ചെയ്യുക? ഇത് ആലോചിക്കുമ്പോൾ തന്നെ ആദ്യം ഒരു അറപ്പൊക്കെ തോന്നിയിരുന്നു. അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടാണോ ഉണ്ടായിരുന്നത്? ശരിക്കും സിനിമ എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴും ഈ സബ്ജക്ട് സംസാരിക്കുമ്പോൾ ഈ സംഭവം ഒന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. കാരണം എൻ്റെ അടുത്ത് പറഞ്ഞ ഈ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ്. ഇത് പക്ഷേ ഷൂട്ടിംഗ് കഴിഞ്ഞ് ലാസ്റ്റ് ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. കാരണം ഇവർ കാണിച്ചു വെച്ചിങ്ങനെ അത്ര ക്രൂരതയാണ് ഈ 2 പേരും കൂടെ. അതൊക്കെ നമുക്ക് തന്നെ മനസ്സിലാവും. ഡയറക്ടർ അടുത്ത് അങ്ങനെ ചോദിക്കുകയാണ്, ഇനി വേറെ എന്തെങ്കിലും ചെയ്യണോ, വേറെ എന്തെങ്കിലും ചെയ്യണം, നമ്മൾ തന്നെ ചോദിക്കുകയാണ്. കാരണം ഇവർ അത്ര ഭീകരമായിട്ട് ചെയ്ത് ആ കൊച്ചു കുട്ടികളെയൊക്കെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്ത്. അപ്പോൾ പിന്നെയും അപ്പം തന്നെ പറയാം, അങ്ങനെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, അവൻ്റെ ഹാർട്ട് അങ്ങ് എടുക്കുക എന്നുള്ള രീതിയിൽ അങ്ങ് പറഞ്ഞിട്ട് അങ്ങ് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അപ്പം തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നൊരു ക്രിയേഷൻ, പെട്ടെന്നൊരു പ്ലാനിങ് ഒന്നുമില്ല. നമ്മൾ നേരത്തെ ചിലപ്പോൾ ഒരു ദിവസം മുമ്പ് പറയും, ഫൈറ്റ് മാസ്റ്റർ ഇങ്ങനെ കലൈ മാസ്റ്റർ സുധി നമുക്ക് നാളെ ഹാർട്ട് ഒന്ന് എടുക്കാൻ പറ്റുമോ, അങ്ങനത്തെ ഒരു സംഭവം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണെങ്കിൽ മാക്സിമം ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കാറുണ്ട്. ആ ലാസ്റ്റ് ആ കൈ ഇങ്ങനെ വലിച്ചു കീറുന്ന കണ്ടിട്ടില്ല, അതൊക്കെ സ്പോട്ടിൽ ചെയ്തതാണ്. അതൊക്കെ പെട്ടെന്ന് വന്ന സാധനം, അതിൻ്റെ ഒരു പ്ലാനിങ്ങേ ഇല്ല.
അത് നമ്മൾ എന്തെങ്കിലും ഉണ്ടോ ഇതിന്? അത് എനിക്ക് തോന്നുന്നു ഉണ്ടാവാൻ സാധ്യത, മൊത്തത്തിൽ കീറിപ്പോയി. ഓ അത് പെട്ടെന്ന് എന്തായാലും കഴിഞ്ഞല്ലോ, വർക്ക് കഴിഞ്ഞല്ലോ, ലാസ്റ്റ് ദിവസമാണല്ലോ. അപ്പം ഞാൻ പറയാം അങ്ങനെയാണെങ്കിൽ ഒരു കൈ തരാം, അങ്ങനെ പിടിച്ച് കീറിക്കോന്ന് പറഞ്ഞിട്ട് ആ ചെയ്ത സാധനമാണത്. സൈറസിന്റെ തലയുണ്ടോ കയ്യിൽ? അതുണ്ട്, സൈറസിന്റെ തല നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ആളുടെ മോൾഡ് തന്നെ എടുത്തതാണ്. ഓക്കെ ഓക്കെ. ഇതിനു വേണ്ടിയിട്ടാണ് ആദ്യം? അതെ, ആള് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ബോംബെയിൽ നിന്ന് ആള് വന്നു, ആദ്യം കേരളത്തിൽ വരുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. അതെ, ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ വന്നു. ഇത് മീശയും വിഗൊക്കെ ഉണ്ട്, അതൊക്കെ ഇപ്പൊ ഇളക്കി മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പൊ പുള്ളിയുടെ മോൾഡ് തന്നെ നമ്മൾ എടുത്തതാണ്. കുറച്ച് വിചിത്രമായിരുന്ന 3 ദിവസം മുമ്പ് അദ്ദേഹത്തിന്റെ അഭിമുഖം പുള്ളിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ കാണുന്ന ഭീകര ഒരു 6 അടി പൊക്കവും ഭയങ്കര ഐസും വില്ലാണ്, പക്ഷെ ആള് കുട്ടികളുടെ മനസ്സാണ്. ഭയങ്കര പാവം എന്ന് പറഞ്ഞാല് മേക്കപ്പ് ചെയ്യുന്ന മുമ്പേ വന്ന് പൂജ ചെയ്യണം. ആദ്യം മേക്കപ്പ് ചെയ്യുന്ന മുമ്പേ ആളുടെ കാരവണിൽ പൂജയൊക്കെ ഉണ്ട്. അപ്പോൾ പൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മേക്കപ്പ് ചെയ്യാൻ പോകുമ്പോൾ തന്നെ എനിക്ക് പൊട്ടൊക്കെ ഇട്ട് തരും. ഭയങ്കര നമുക്ക് സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുവരും. ഭയങ്കര ഒരു ക്യൂട്ടാണ്. പക്ഷെ ആളിനെയും പറഞ്ഞില്ല, ആ ഡെലിവറി സീൻ കഴിഞ്ഞ ശേഷം പുള്ളി ഭയങ്കര ഡിസ്റ്റർബായി. പുള്ളി ശരിക്കും ഒരു ഡിസ്റ്റർബായി, കാരണം കുട്ടികളെയും ഫാമിലിയൊക്കെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഗംഭീരമായിട്ട് ആക്ടറാണ്, ഗംഭീര ആക്ടറാണ്, പറയാൻ വയ്യ. അതുപോലെ ഈ തല ഇങ്ങനെ ഒരു നിമിഷം, മറ്റൊരു കൺഫ്യൂഷൻ ഉള്ള ആളുകൾക്ക്, ഈ തലയാണോ മാർക്കോന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ ഉണ്ണിമുതൻ പിടിച്ചോണ്ട് വരുന്ന തല എന്നുള്ളത് ഈ തലയാണോ? അല്ല അല്ല, അത് നമ്മൾ അതിന്റെ ഒരു സോങ്, ഒരു ഫൈറ്റിന്റെ ഒരു ബിൽഡപ്പ് സീനിന് വേണ്ടി കൊടുത്തതാണ്. അത് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ കാണുന്ന തലയും ഈ തലയും ഒരു ബന്ധമല്ല. അല്ല അല്ല അല്ല, അതൊരു മൊട്ടത്തലയാണ്. പക്ഷെ ഇത് നമ്മളെ മില്ലന്റെ തലയാണ്. സൈറസിന് തലയിൽ മുടിയുണ്ടല്ലോ. അതെ, ആ ഒരു മൊട്ടത്തല എന്ന് വെച്ചാൽ നമ്മൾ ആ ഫൈറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചതാണ്. പക്ഷെ ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ക്ലൈമാക്സിൽ തല വെട്ടി മാറ്റുന്ന മാത്രമേ നമ്മൾ സിനിമയെ കണ്ടിട്ടുള്ളൂ. അതെ അതെ അതെ, പല ആളുകൾക്കും ക്രൂരമായി പെരുമാറിയ വില്ലന്റെ അടുത്ത് മാർക്കോ മാന്യത കാണിച്ചു, അല്ലെങ്കിൽ മാർക്കോ കുറച്ചുകൂടി ലൈറ്റ് ആയിട്ട് തല വെട്ടി മാറ്റിയുള്ളൂ, അതിൽ കൂടുതൽ പോരാം സൈറസിന്റെ തലയൊന്നും ഇവിടെ. ശരിക്കും മാർക്കോയ്ക്ക് തല വെട്ടി മാറ്റിയെങ്കിലും ഈ പറഞ്ഞ പോലെ അങ്ങനെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. തല വെട്ടി മാറ്റി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വെട്ടി മാറ്റി കഴിഞ്ഞിട്ട് ഇതിനെ മറ്റേ കൂടോ എന്നൊക്കെ പറയില്ലേ, വലിയ മിഷ്യൻ, അതുകൊണ്ട് അടിച്ച് പൊട്ടിച്ച് ബ്രെയിൻ പുറത്തു വരും. ഇതാണ് ബ്രെയിൻ. ഈ സാധനം പുറത്തു വന്ന് ചെതറും. അതൊക്കെ ഷൂട്ട് ചെയ്തതാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ സെൻസർ ബോർഡിന്റെ കുറച്ച് ലിമിറ്റേഷനും നമ്മൾക്ക് ബ്രൂട്ടലായിട്ട് ഭയങ്കരമായിട്ട് ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ബാൻ ചെയ്യാൻ വരെ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം ഈ ലിമിറ്റേഷൻ ഒതുക്കി. ഇനി നമുക്ക് OTT വരുമോ ഇല്ലയോ എന്നുള്ള പ്രതീക്ഷ എനിക്ക് എൻ്റെ വർക്ക് ബേസ് കാണാൻ ആഗ്രഹമുണ്ട്. സൈറസിന്റെ തല അടിച്ച് പൊട്ടിച്ച് തലച്ചോറ് അതുവരെ ചെയ്ത് കാരണം അത്ര ചെയ്യണം. പുള്ളി ചെയ്തു വെച്ചത് അങ്ങനെയല്ലേ. അതെ അതെ, ഒരു ഫാമിലി കംപ്ലീറ്റ്. ഇപ്പൊ എനിക്ക് തന്നെ കണ്ടിരുന്നിട്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയി. അപ്പം അത് ആ ഒരു രീതിക്ക് വരെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അല്ല, ഓരോ അവയവവും അതിന്റെ എന്താണോ അവസ്ഥ അതുപോലെ തന്നെയാണ്. കൈ ബലമുള്ള കൈയാണെങ്കിൽ നമ്മുടെ പ്രോസ്തറ്റിക്സിന് ബലം ഉണ്ടാവും. ഇപ്പൊ തലച്ചോറ് വളരെ ഡെലിക്കേറ്റ് ആണ്. ആ ഒരു ഉണ്ടാവുള്ളൂ. നമുക്കത് ഓപ്പറേറ്റ് ചെയ്യണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രീ ആണ്. ഇത് ചെതറി കിടക്കുന്നത് വേറൊരു മെറ്റീരിയലാണ്. ഇത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെതറും ഇത്. അപ്പൊ അത് വേറൊരു പീസായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതന്ന് അവിടെ യൂസ് കളഞ്ഞതാണ്. പിന്നെ നമുക്ക് ഇതിനെല്ലാം റെഫറൻസ് കിട്ടും. റെഫറൻസ് കിട്ടാത്ത ഒരേ ഒരു റിസ്ക് ഇതിൽ വന്നത് എനിക്ക് ഫുൾ ബോഡി ആയിരുന്നു. അതായത് ആസിഡ് ഇട്ട് മുക്കുന്ന ഒരു ബോഡി, അതൊരു പ്രത്യേക ഒരു ചലഞ്ചിങ് പരിപാടിയായിരുന്നു. അതായത് എല്ലാത്തിനും റെഫറൻസ് കിട്ടും നമുക്ക്, ഗൂഗിളിൽ അത്യാവശ്യം കിട്ടും, അല്ലെങ്കിൽ പിന്നെ വേറെ ഒരു പടത്തിന്റെ റെഫറൻസ് കിട്ടും. പക്ഷെ ഈ ആസിഡ് ഇട്ട് മുങ്ങിയ എങ്ങനെയാണെന്നുള്ള റെഫറൻസ് നമുക്ക് കിട്ടത്തില്ല. അപ്പം ഞാൻ എന്നെ അറിയാവുന്ന ഒരു ഡോക്ടറെ ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളെ സ്കെച്ച് ചെയ്യിപ്പിച്ചു. നമ്മുടെ ആർട്ടിസ്റ്റിനെ സേതിനെ കൊണ്ട് തന്നെ സ്കെച്ച് ചെയ്യിപ്പിച്ചു. സ്കെച്ച് ചെയ്തു, 2-3 സ്കെച്ച് കഴിഞ്ഞ് ഡയറക്ടറെ കൊണ്ട് കാണിച്ചു. ഡയറക്ടർ അതിൽ നിന്നൊരു ഫിക്സ് ചെയ്ത ശേഷം നമ്മൾ മോൾഡ് ഉണ്ടാക്കി. ക്ലേയിലൊരു മോൾഡ് ഉണ്ടാക്കിയിട്ടാണ് സിൽക്കോൺ ബോഡി ഉണ്ടാക്കി എടുത്തത്. സ്കൾപ്റ്ററിൽ ഫുള്ള് ഉണ്ടാക്കിയെടുത്ത ബോഡിയാണ് ഇത്. ഈ ബോഡി നമ്മൾ അത്രയും ഡീറ്റെയിലിംഗ് ആയിട്ട് ഇതാണ് ഷൗക്കത്തിന്റെ ബോഡി നമ്മൾ. പക്ഷെ സിനിമയിൽ കുറച്ച് ഭാഗമേ എടുത്തിട്ടുള്ളൂ, കാരണം അത് അത്രയും ഡീറ്റെയിൽ അവർക്ക് പ്രോബ്ലം ആയതാണ്. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിന് അത്രയും ഡീറ്റെയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ബോഡി 10 ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്. 10 ദിവസം കഴിഞ്ഞിട്ട് ഇവര് സിനിമയിൽ അപ്പൊ അതിലത്തേക്ക് വരുമ്പോൾ പുഴുക്കളും ഇതിന്റെ കുറെ ഫ്ലൂയിഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് പുഴുക്കളെ ഞാൻ പർച്ചേസ് ചെയ്തു. അത് ഭയങ്കര ഒരു കഥയാണ്. ഇത് ഷൂട്ട് ചെയ്യുന്നതിന്റെ തലേന്ന് ഞാൻ കോഴിക്കോട് നിന്ന് എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് 300 പുഴുണ്ട്, അതായത് കഴിക്കുന്ന ഒരു പുഴു, ആളുടെ അടുത്തുനിന്ന് ഞാൻ ഒരു 300 പുഴു കളക്ട് ചെയ്തിട്ട്
KSRTC ബസ് കോഴിക്കോട് നിന്ന് നേരെ എറണാകുളത്ത് എത്തിച്ച് റൂമിൽ കൊണ്ടുവന്നപ്പോഴേ അറിയുന്നത് നാളെ ഇതിന്റെ ഷൂട്ടില്ലാന്ന്. മഴ കാരണം താഴെ വെച്ചോളൂ, നല്ല വെയിറ്റ് അതിലൊരു എല്ലും ഉണ്ടല്ലേ, എല്ലുണ്ട്. അങ്ങനെ മഴ കാരണം ഷൂട്ടിംഗ് ഡേറ്റ് മാറി. അപ്പോൾ ഈ പുഴുവിനാണ് 2 ദിവസം ആയുസേ ഉള്ളൂ, മാക്സിമം 2 അല്ലെങ്കിൽ 3 ദിവസമുള്ള ആയുസേ ഉള്ളൂ. അപ്പോൾ ഞാൻ ടെൻഷനായില്ല, നമ്മൾ ഇത്രയും പുഴുവിനെ കൊണ്ടുവന്നതല്ലേ. അപ്പോൾ പിന്നെ ഇതിൻ്റെ പുഴു തന്ന ആളെ ഞാൻ വിളിച്ച് ചോദിച്ചു, പറഞ്ഞു കുഴപ്പമില്ല, ഓട്സും ഈ കുറച്ച് ഫ്രൂട്ട്സും അവർ കട്ട് ചെയ്തിട്ടാൽ മതി, കിടന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ റൂമിൽ ട്രീറ്റ് ചെയ്തു അതിനെ. ഫ്രൂട്ട്സും ഓട്സും ഒക്കെ എടുത്ത് കൊടുത്ത് 5 ദിവസം അതിനെ ഞാൻ വളർത്തി. കുറേയൊക്കെ ചത്തുപോയി, എന്നാലും 5ാമത്തെ ദിവസം കുറച്ച് പുഴുക്കളെ കിട്ടി. അത് മറ്റേ നമ്മുടെ ഇതിൻ്റെ ബോഡിയിൽ ഒഴിക്കുന്നത് മറ്റേ പഴത്തിൻ്റെ ജ്യൂസാണ്. ആ ഒരു പഴുപ്പിൻ്റെ ഒരു സാധനം കിട്ടാൻ വേണ്ടി കണ്ടന്റ് കിട്ടി. അത് ഇടുമ്പോഴത്തേക്ക് പുഴു അതിൽ കറക്റ്റ് കഴിക്കുകയും ചെയ്യും. കറക്റ്റ് ആക്ഷനൊക്കെ കിട്ടി. ഭയങ്കരമായിട്ട് ക്യാമറ സെൽവ സാറ് ഫുൾ ഷൂട്ട് ചെയ്തതാണ്, ഭയങ്കര ഡീറ്റെയിലിങ് ചെയ്തതാണ്. പക്ഷെ നമുക്ക് സിനിമയിൽ അത് കാണാൻ പറ്റിയില്ലെന്നാണ്. കാരണം അത് കൂടുതൽ ഡീറ്റെയിലിങ് കാണിക്കുമ്പോഴത്തേക്ക് സെൻസറിങ് പ്രോബ്ലം ആയിരിക്കാം. അത് കംപ്ലീറ്റ് പുഴു പോകുന്നതും പുഴുവിൻ്റെ ആക്ഷനും ആ പഴുപ്പ് ഫ്ലൂഡൻ്റ് എല്ലാം നമ്മളിത് ക്രിയേറ്റ് ചെയ്തതായിരുന്നു. പക്ഷേ വളരെ വിരളായിട്ട് അതെ. അത് കാരണം നമുക്ക് അത്രയും ഡെഡിക്കേറ്റ് ആയിട്ട് കാണിക്കണം. അത് അനീഫ് സാറിൻ്റെ ഒരു നിർബന്ധമായിരുന്നു. കാരണം നമ്മൾ അത്രയും ഡെഡിക്കേറ്റ് ആയിട്ട് കാണിക്കണം. കാരണം CG വർക്ക് മാക്സിമം ഒഴിവാക്കുക, അത് മാക്സിമം ഡീറ്റെയിലിംഗ് കാണിക്കുക, ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യണം, എങ്കിൽ മാത്രമേ ഇത് വിജയിക്കുള്ളൂ. മാർക്കോ വയലൻസിൻ്റെ മെയിൻ ഘടകം മേക്കപ്പാണ് ഇല്ലേ. അത് കഴിഞ്ഞാൽ ഫൈറ്റ് സീക്വൻസും ബാക്കി ആക്ടർ എല്ലാം ഓക്കെയാണ്. പക്ഷെ മേക്കപ്പ് എന്നുള്ള സാധനം ഞാനല്ല, ഇപ്പം വേറെ ആര് ചെയ്താലും ഇത് ഇത്രയും വയലൻസ് കാണിച്ചാൽ മാത്രമേ ഈ ഒരു ഹൈപ്പിൽ ഇത്രയും കയറിയത്. ആ ഒരു കാണുമ്പോൾ ഒരു അത്രയും ഒരു ബ്രീത്തും അത്രയും ഒരു വയലൻസിൻ്റെ ഒരു എന്താ പറയുക, കാണുമ്പോൾ എന്താ എല്ലാവർക്കും ഒരു ഫീൽ ആവണം. ഇപ്പം തിയേറ്ററിൽ നിന്ന് പല ആൾക്കാരും കണ്ട് തലകറങ്ങുന്നു ഛർദ്ദിക്കുന്നു കേൾക്കുന്നുണ്ട്. പക്ഷെ ആ ഫീൽ ആവണമെങ്കിൽ അതിന് അത്രയും ഡെപ്ത് കൊടുത്തത്, ഇൻറ്റൻസി കൊടുത്തത് മേക്കപ്പ് മാനും അതിൻ്റെ കൂടെ നിൽക്കുന്ന അസിസ്റ്റൻസുമാണ്, നമ്മൾ വർക്ക് ചെയ്തവരാണ്. പക്ഷെ നമ്മളിപ്പോൾ എവിടെയും ചില ആൾക്കാർ പറയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം പിന്നെ സുഹൃത്തുക്കളൊക്കെ അറിഞ്ഞപ്പോഴാണ്. കാരണം നമ്മളിവിടെ ഇല്ലാതെ ഇപ്പോൾ ചെറിയൊരു പ്രശ്നങ്ങൾ ഇതിൻ്റെ ഇടയിൽ വേറെ അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ പോയി, അതിനാണ് പറ്റിയത്. പക്ഷേ ഇപ്പം കുറച്ച് ആൾക്കാർ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ സന്തോഷം, വളരെ സന്തോഷം. മറ്റേ ആ സങ്കടം ഉണ്ടാവും. എനിക്കെന്നല്ല, പല മേക്കപ്പ് മാനും നേരത്തെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പല മേക്കപ്പ് മാനും പല ഈ പറഞ്ഞ രഞ്ജിത്ത് അമ്പാടി അറിയില്ലേ, രഞ്ജിത്ത് ചേട്ടനൊക്കെ വെരി ടാലൻ്റുള്ള മേക്കപ്പ് മാനാണ്. രഞ്ജിത്ത് ചേട്ടനൊക്കെ നേരത്തെ ഇങ്ങനെ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് ഈ പുള്ളിയെടുത്ത് തന്നെയാണ്. കാരണം ഇവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്രെഡിറ്റ് ഇവർക്കാണ്. കാരണം ഇതിന് ഡിസൈൻ ചെയ്യുന്നത് ഈ രഞ്ജിത്ത് അമ്പാടിയാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് ആൾ വരച്ച് തരുന്നു എന്നുള്ളതാണ്. ഈ വരച്ച് കഴിഞ്ഞാൽ ആ പുള്ളിയല്ല ക്രെഡിറ്റ്. അതിൻ്റെ എന്തെല്ലാം ഓപ്ഷൻ മാറ്റുക, കർഷൻ മാറ്റുക, അതെല്ലാം ചെയ്യുന്ന മേക്കപ്പ് മാനാണ്. അത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. ഇപ്പം മലയാള സിനിമയിൽ അങ്ങനെ ആ പുള്ളി അങ്ങനെ ആരും വിളിക്കുന്നില്ല. അപ്പം ഞാൻ ഇതിൽ നമ്മളെ ഇൻക്ലൂഡ് ആക്കിയത് ഇത്രയും വർക്കുണ്ട്. ഇത്രയും വർക്കുള്ള കാരണം എനിക്ക് സഹായത്തിന് ഒരാളില്ലാതെ പറ്റത്തില്ല. വെറുതെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്ത് അങ്ങനെ. ഞാൻ പക്ഷേ എല്ലാ ഇൻ്റർവ്യൂവിലും പറയാറുണ്ട്, എനിക്ക് സഹായിച്ചെല്ലാം പുള്ളിയാണ്. കാരണം നമ്മൾക്ക് ചെയ്തു തന്ന കാര്യങ്ങളാണല്ലോ. പക്ഷെ നമ്മൾ ഡീറ്റെയിലിംഗ് ചെയ്യുമ്പോഴത്തേക്ക് പുള്ളി ചെയ്തു തരിക, ബ്ലഡ് കണ്ടും ഇത് അവിടെ എത്തിക്കുന്നതൊക്കെ ഒരു മേക്കപ്പ് മാനാണ്. നമ്മളിപ്പോൾ നമ്മുടെ വർക്ക് പിടിച്ചാൽ മാത്രമേ ഇവർക്ക് വർക്കുള്ളൂ. അത് ശരിയാണ്. ഇവരെ വിളിച്ചിട്ട് ആരും ഇത്രയും വർക്ക് ചെയ്യാൻ പറയത്തുമില്ല. നമ്മുടെ മേക്കപ്പിൽ വരുന്ന പ്രോസറ്റിക് വർക്ക് ഇത് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് മേക്കപ്പ് മാനാണ്. ഇപ്പം ഞാനെന്നല്ല ഏതായിരുന്നാലും ഇപ്പം എൻ്റെ കൂടെ നിൽക്കുന്ന ഞാനും എൻ്റെ അസിസ്റ്റൻസുമാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഈ കാലുകളെ ഒന്ന് കാണിക്കാമോ? തീർച്ചയായിട്ടും. ഈ ഒരു കാലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലായിരിക്കും നമുക്ക് മോൾഡ് ചെയ്ത് തരുന്നത്. ഈ കളറിങ്ങിലും ഇങ്ങനത്തെ ഒരു ടോണിലും. ബാക്കി പണിയെടുത്ത് കൊണ്ടുവരുന്നതൊക്കെ ഞാനാണ്. ഈ കളർ ടോൺ ഇപ്പൊ കാണുന്ന ഒറിജിനാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഇതായിരിക്കും ശരിക്കും മോൾഡ് എന്ന് പറയുന്നത്. ഒരു ഫീലും ആവുന്നില്ല. ബാക്കി ഒറിജിനാലിറ്റിയിലോട്ട് കൊണ്ടുവരുന്നതൊക്കെ ഞങ്ങളുടെ പണിയാണ്. അപ്പൊ ഇത് നമ്മൾ ഫൈറ്റിന് ഉപയോഗിക്കുന്ന ഇങ്ങനെ ഒടിക്കാനൊക്കെയാ. ഓടിക്കുക, ഫൈറ്റ് എങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് ഇങ്ങനെ ഓടിക്കാനും തിരിക്കാനൊക്കെ. നമ്മുടെ ഈ സിനിമ മാർക്കോട്ട് സിനിമകത്ത് കാണുന്ന ഒടിക്കലൊക്കെ കംപ്ലീറ്റ് ചെയ്തില്ല. നമ്മളിത് ഇതിൽ ഫിറ്റ് ചെയ്യുക. അവരെ ഓൺ പോപ്പ് കാലിൽ ഫിറ്റ് ചെയ്തിട്ട് ബാക്കി ഇങ്ങനെ സ്വിച്ച് എങ്ങനെ ഒരു ഓടിക്കാൻ തിരിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ ഒരു 10 കാലുണ്ട്. 10 കാല് 10 കൈ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ അൻവറിന്റെ അൻവറില്ലേ, നമ്മുടെ അൻവർ എന്നുള്ള ക്യാരക്ടറിന്റെ കൈയാണിത്. അൻവറിന്റെ കൈ തന്നെ ഉണ്ടാക്കിയെടുത്താണ്. ഇത് ഭയങ്കര നമുക്കൊരു ഒരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഈ കൈ ലൈവായിട്ട് കട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു. അതായത് ഉണ്ണിബ്രോ ഉപയോഗിക്കുന്ന മെഷീൻ ഇല്ലേ, ആ ഒരു കട്ടിങ് മെഷീൻ, ശരിക്കും അത് ഒറിജിനൽ മെഷീനാണത്. ഒറിജിനൽ മെഷീൻ കൊണ്ട് ഈ കൈ ലൈവായിട്ട് കട്ട് ചെയ്യുന്ന സീനാണ് ഉണ്ടായിരുന്നത്. അതിനാണ് നമ്മൾ ഈ ട്യൂബ് പൈപ്പെല്ലാം കൊടുത്തിരിക്കുന്നത്. ഈ പൈപ്പിൽ കൂടെ ബ്ലഡ് കയറ്റുക, ആക്ഷൻ പറയുമ്പോൾ ബ്ലഡ് ഇവിടെ കട്ടാകുമ്പോഴത്തേക്കും ബ്ലഡ് പമ്പ് ചെയ്യും. ആ പമ്പിങ് ആണ് ഫേസിലോട്ട് പോകുന്നത്. കാരണം അതൊക്കെ നമ്മൾ ഡീറ്റെയിലിംഗ് കാണിക്കുമ്പോൾ അത് സെൻസറിങ്ങിൽ പോയതാണ്. കാരണം ഇത് CG എന്ന് വിചാരിക്കുന്ന ആൾക്കാരുമുണ്ട്.
ഓക്കെ ഓക്കെ. ഈ കൈ മനസ്സിലായോ? ഇത് കുറച്ചുകൂടി വെയിറ്റ് ഉണ്ടായിരിക്കും അല്ലേ? അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്. അതാ മറ്റേ നല്ല മസിലുള്ള കക്ഷിയുടെ കൈ ആയതുകൊണ്ട് വെയിറ്റ് ഉണ്ട്. അതെ. ഓക്കെ. പമ്പിങ്ങിൽ കൂടെയാണ് നമുക്ക് ഈ ബ്ലഡിന്റെ പരിപാടിയൊക്കെ വർക്ക് ചെയ്യുന്നത്. ഇതാണ് അൻവറിന്റെ കൈയായി അൻവറിന്റെ കൈയായിട്ടില്ല വെയിറ്റ് ഉണ്ട്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. എത്ര കിലോ ഉണ്ടോ? ഒരു 3-4 കിലോ. ഒരു 3-4 കിലോക്കകത്തുണ്ട്. ഈ കൈ പുള്ളിയുടെ കയ്യിൽ നമ്മൾ ഫിറ്റ് ചെയ്യുക. ഓക്കെ. അതിനുള്ള ബെൽറ്റ് ഒക്കെ വെച്ചിട്ട് ഫിറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ലൈവായിട്ട് കട്ട് ചെയ്ത് മാറ്റുകയും ചെയ്യുക. ഓക്കെ. ഈ ലൈവായിട്ട് കട്ട് ചെയ്ത് മാറ്റുമ്പോഴാണ് അത്രയും ആ ഒരു ഫീല് കിട്ടുന്നത്. അത് ഒരു കാരണം ഒറിജിനൽ മെഷീൻ ആയതുകൊണ്ട് ഒരു ടെൻഷൻ, എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും പറ്റുമോ, ഡ്രസ്സിൽ ലോക്ക് ആവുമോ എന്നുള്ളത് ടെൻഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ഡെമ്മി ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്, സേഫ്റ്റി സൈഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒറിജിനൽ മെഷീനാണ്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് തന്നെ ഇപ്പോൾ ജഗദീഷ് ഏട്ടൻ്റെ ഒരു പകുതി മാത്രം കരിഞ്ഞു പോയിട്ട് ഒരു പകുതി കാണിക്കുന്ന അതിന് വേണ്ടിയിട്ട് പോയിട്ടായിരുന്നു മേക്കപ്പ് എത്ര? അത് ജഗദീഷ് ചേട്ടൻ്റെത് നമ്മുടെ ഫേസ് മാത്രമാണ് മേക്കപ്പിലായിട്ട് ഉപയോഗിക്കുന്നത്, ഫേസും കൈയും. അതായത് അരയ്ക്ക് താഴോട്ടുള്ള ഫീലിംഗ് എല്ലാം CG ചെയ്തായിരിക്കുന്ന. നമ്മൾ ബ്ലഡ് മാത്രം കണ്ടന്റ് കൊടുത്തിട്ടേ ഉള്ളൂ, ബാക്കിയെല്ലാം CG വർക്ക് ചെയ്തിരിക്കുന്നതാണ്. ഫേസിന്റെ പരിപാടി എല്ലാം നമ്മൾ തന്നെ ചെയ്തതാണ്. കാരണം നമ്മൾ തന്നെ അത് പെട്ടെന്നൊന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്ത സാധനമാണ്. അത് അങ്ങനെ ഒരു ഐഡിയ ഇല്ലായിരുന്ന സംഭവം. ക്ലൈമാക്സിൽ അങ്ങനെ പൊട്ടിത്തെറിച്ച് പോകുന്നു, ഫേസ് ഒന്നും കാണിക്കുന്നൊന്നും പ്ലാനിങ് ഇല്ല. അതും ഈ പെട്ടെന്ന് രാവിലെ വന്ന് പറയുന്നത് നമുക്ക് ജഗദീശന്റെ മുഖം എന്നിങ്ങനെ ആക്കിയാലോ എന്ന് ചോദിക്കുക. കാരണം നമ്മൾ ചെയ്യുന്ന വർക്കിന്റെ ഒരു സ്പീഡ് കണ്ടിട്ടാണ് അവർ പറയുന്നത്. അപ്പോൾ ചെയ്യാം സാറ് എന്തിനു റെഡിയാണ്, ജഗദീഷ് സാർ എന്തിനു റെഡിയാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനൊരു കണ്ണ് ഫുൾ പ്ലാസ്റ്റ് ചെയ്ത് അങ്ങ് അടച്ച്. അതായത് രാവിലെ 12 മണിക്ക് അടച്ചതാണ്. ഉച്ചയായപ്പോൾ 12 മണിക്ക് രാത്രി 8 മണി വരെ ഈ ഒരു കണ്ണ് ഫുള്ളി ക്ലോസ് ചെയ്തിട്ടാണ് പിന്നെ നിൽക്കുന്നത്. കാരണം ഫുൾ പാക്ക്ഡ് ആയാൽ പിന്നെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് മറ്റേ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഒറ്റ ദിവസം കൊണ്ട് തീർക്കാൻ വേണം. എത്ര മണി തൊട്ട് എത്ര മണി വരെ? ഉച്ചയ്ക്ക് 12 മണിക്ക് ഞാൻ തുടങ്ങിയതാ. ബ്രേക്ക് ടൈമിന് വരെ പുള്ളി സ്പൂൺ വെച്ച് ആഹാരം കഴിക്കുക, ഇത്രയും ഭാഗം അടച്ചു വെച്ചിട്ട്. പിന്നെ ഈ ഒരു കണ്ണ് വെച്ചിട്ടാണ് 8 മണി വരെയും ഷൂട്ട് നടത്തിയത്. അന്നാണ് കംപ്ലീറ്റ് ആ ലാസ്റ്റ് ഷൂട്ടായിരുന്നത്. അന്ന് കഴിഞ്ഞ് 9 മണി പുള്ളി ഫൈറ്റ് പോവുകയും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. പക്ഷേ ഭയങ്കര സ്ട്രെയിൻ എടുത്ത് അടിപൊളിയായിട്ട് നമുക്ക് സഹകരിച്ചു, ഗംഭീരമായിട്ട് ആൾ സഹകരിച്ചു. അത്ര സമയം ഒരു കണ്ണും വെച്ചോണ്ട് അങ്ങനെ ഞങ്ങളൊക്കെ ആണെങ്കിൽ ഒരിക്കലും പറ്റത്തില്ല. കാരണം നോർമലി ഒരു ആർട്ടിസ്റ്റ് സമ്മതിക്കില്ല അങ്ങനെ. അത്രയും നേരം ഈ കണ്ണിങ്ങനെ അടച്ച് പ്ലാസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഫുള്ള് കവർ ചെയ്ത് വെക്കുക, ഒരു കണ്ണ് മാത്രം വെച്ചിട്ട് 12 മണി മുതൽ ഉച്ചയ്ക്ക് ബ്രേക്ക് കഴിഞ്ഞാലും അങ്ങനെ തന്നെ. ഉറങ്ങുമ്പോഴും ഞാൻ നോക്കുമ്പോൾ ഒരു കണ്ണ് മാത്രമേ അടഞ്ഞിരിക്കും, ഉള്ളിൽ അറിയത്തില്ലല്ലോ, അങ്ങനെ ഉറങ്ങുമ്പോൾ. ഇപ്പൊ ഫസ്റ്റ് സീനിൽ തന്നെ ഐ മീൻ മാർക്കോന്റെ ഇൻട്രൊഡക്ഷൻ സീക്വൻസിൽ തന്നെ കുറച്ച് പട്ടികളെ ഇങ്ങനെ കീറി മുറിക്കുന്നുണ്ട്. അത് എങ്ങനെ, അത് വളരെയധികം ടഫല്ല. കാരണം അനിമോട് വളരെ സ്ട്രിക്റ്റ് ആണ്. അതെ, അത് സുനിലേട്ടനാണ് ചെയ്തത്. നമ്മൾ ആർട്ട് ഡയറക്ടർ സുനിലേട്ടനാണ് ആ പട്ടിയുടെ സംഭവം ചെയ്തിരിക്കുന്നത്. പക്ഷെ പട്ടി ചെയ്തെങ്കിലും പട്ടിയുടെ വായ്ക്കുള്ളിൽ നമ്മൾ ബ്ലഡ് പമ്പിങ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ പൈപ്പിന്റെ സിസ്റ്റം വെച്ചിട്ട് ബ്ലഡ് വെച്ചിട്ടുണ്ട്. ഉണ്ണിപ്രോ വലിച്ച് കീറുമ്പോഴത്തേക്ക് ഉള്ളിൽ നിന്ന് ബ്ലഡ് വരുന്നില്ലേ, അത് നമ്മൾ പമ്പിങ് സിസ്റ്റത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു കണ്ണ് പുറത്തേക്ക് വരുന്നത് അതും ആർട്ട് സുനിലേട്ടൻ ഉണ്ടാക്കിയതാണ്. ആ പട്ടിയുടെ പോർഷൻ ഫുള്ള് ആർട്ട് സുനിലേട്ടൻ ഉണ്ടാക്കി. ഗംഭീര വർക്കാണ് സുനിലേട്ടൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും. അതായത് എല്ലാ ഫ്രെയിമിങ് നോക്കിയാൽ എല്ലാ ഫൈറ്റിലെ ഓരോ സീക്വൻസിനും ഗംഭീരമായിട്ട് ക്ലൈമാക്സ് ജഗദീഷ് ചേട്ടൻ്റെ ആ ഫ്രെയിമെല്ലാം പുള്ളി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് സുനിലേട്ടൻ. നമുക്ക് ഒരുപാട് സപ്പോർട്ടായിരുന്നു, മേക്കപ്പ് രീതിയിലും സുനിലേട്ടൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഈ ഉണ്ണിമുകുന്ദൻ എന്ന സ്റ്റാർ അല്ലെങ്കിൽ ഇപ്പൊ സൂപ്പർ സ്റ്റാർ, അദ്ദേഹത്തിന്റെ ഒരു ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇതിനു വേണ്ടി കൊടുത്തിരുന്ന ഒരു ഡെഡിക്കേഷൻ, അതിനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. തീർച്ചയായിട്ടും അത് നമുക്ക് പറയേണ്ടത് തന്നെ വരും. കാരണം എല്ലാം ഭയങ്കര സപ്പോർട്ടാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും, ഞാനിപ്പോൾ ഒരു ഓപ്ഷൻ പറഞ്ഞാലും അതിന് ജെന്യൂനിറ്റി കൊണ്ട് പുള്ളി ഓക്കെയാണ്, എന്ന് ചെയ്യാൻ റെഡിയാണ്. ഐ ബ്ലഡിന്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഐ ബ്ലഡ് നമ്മൾ ഓരോ ഷോട്ടിനും പുള്ളിയെ കണ്ണിടാനൊക്കെ അത്രയും കോൺഫിഡൻ്റ് ആയിരുന്നു പുള്ളി. ലാസ്റ്റ് നമ്മൾ ഈ ക്ലൈമാക്സ് എടുക്കുന്നതാണ് എല്ലാവർക്കും ഭയങ്കര വിഷമമായത്. കാരണം ഈ 6 മണിക്ക് രാവിലെ ഷൂട്ട് തുടങ്ങി, പിറ്റേ ദിവസം 11 മണിക്കാണ് ആ ക്ലൈമാക്സിന്റെ ലാസ്റ്റ് പോർഷൻ തീരുന്നത്. അന്നാണ് സിക്സ് പാക്ക് റിലീവ് ചെയ്യുന്നത്. അന്ന് ഫുഡ് കഴിച്ചിട്ടില്ല ആള്, വെള്ളം കുടിച്ചിട്ടില്ല. വാട്ടർ കട്ട് എന്ന് പറയുന്ന സിസ്റ്റമാണ്, എന്നാലേ ഈ സിക്സ് പാക്ക് റിലീവ് ആവുള്ളൂ കറക്റ്റ്. അന്ന് വെള്ളം കുടിച്ചിട്ടുമില്ല, ഫുഡും കഴിച്ചിട്ടില്ല. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത്രയ്ക്ക് സ്ട്രെയിൻ എടുക്കുകയാണ്. ഓരോ ഷോട്ട് കഴിയുമ്പോൾ ഓരോ എക്സസൈസ് ചെയ്യുക, ഓരോ ഷോട്ട് കഴിയുമ്പോൾ ഒന്നും കഴിക്കാതെ 10-100 രൂപ ഇടിച്ചിടണം, ഈ റോപ്പിൽ തൂങ്ങണം, ഇതെല്ലാം ചെയ്യണം. ഇതിനിടയ്ക്ക് പുള്ളി എന്തെങ്കിലും സ്നാക്സ് പോലത്തെ ചെറിയ പ്രോട്ടീൻ കയറുന്ന ചോക്ലേറ്റോ അങ്ങനെ എന്താ കഴിക്കാറുണ്ട്. പക്ഷെ പുള്ളി അന്ന് ഒരു ദിവസം അന്ന് ഫുള്ള് കംപ്ലീറ്റ് ഷൂട്ട് തീർക്കുകയും വേണം. അങ്ങനെ ഒരു 30-35 മണിക്കൂർ ആഹാരമൊന്നും കഴിക്കാതെ ഒറ്റ സ്ട്രെയിനിൽ നിന്ന ഒരു മനുഷ്യനാണ്. ഇത് കാണുമ്പോൾ നമുക്ക് വിഷമമാണ്. പുള്ളിയുടെ കൂടെയുള്ള അരുണായിരുന്നാലും ഇതൊക്കെ അവർക്കും ഫുഡ് കഴിക്കാൻ പറ്റില്ല. ആൾ കഴിക്കാതിരിക്കുമ്പോൾ അവർ കൂടെ നിൽക്കുന്ന വർഷങ്ങളായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവർക്കും കഴിക്കാൻ പറ്റില്ല. നമുക്ക് ഇടയ്ക്ക് പോയി ജ്യൂസോ വെള്ളമോ എന്തെങ്കിലും കഴിക്കാം. പക്ഷേ അത് ത്രൂ ആയിട്ടായിട്ട് ഓൾ ഇൻ ഓൾ ക്രൂ മെമ്പേഴ്സ് അന്ന് ഫുൾ നൈറ്റ് നിന്ന് തീർത്ത ക്ലൈമാക്സ് ആയിരുന്നു. ഭയങ്കര ഡെഡിക്കേറ്റ് ആണ് ഉണ്ണിപ്രോ, സമ്മതിക്കണം. അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ
ഒരു ഹൈപ്പാണ് ഇപ്പം പുള്ളി സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിയിൽ എത്തിയത്. ഇപ്പൊ ഹനീഫ് അദേനി എന്നുള്ളൊരു മേക്കർ, അദ്ദേഹം കാണിച്ചൊരു വിഷൻ ഉണ്ടാവും. അത് എത്രത്തോളം നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റിയെന്ന തോന്നിയത്? എത്രത്തോളം ഹാപ്പിയാണ് ഹനീഫിക്ക? ശരിക്കും ഞാൻ ഹനീഫിക്കോടെ നേരത്തെ വർക്ക് ചെയ്തിട്ടില്ല, അസിസ്റ്റൻ്റായിട്ട് പോലും ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. എനിക്ക് വർക്ക് എൻ്റെ അടുത്ത് പറയുന്ന ഹാരിസ് ദേശവും ഹാരിസൊക്കെയും ഈ പറഞ്ഞ റിച്ചേട്ടനോട് എന്നെ കണക്ട് ചെയ്ത് ഞാൻ എത്തുന്നത് ഹനീഫിക്ക അടുത്ത്. അപ്പോൾ എത്തിയപ്പോൾ തന്നെ ഹനീഫിക്ക സബ്ജക്റ്റ് എൻ്റെ അടുത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ് ഇത് മെയിൻ ഇതാണ്, വയലൻസ് ആണ് മൂവി. അപ്പോൾ ഞാൻ ചെയ്തു വന്നിരിക്കുന്ന എല്ലാ ഫീൽ എൻ്റെ അടുത്ത് വന്നപ്പോഴും ഏതൊക്കെ മൂവി ചെയ്തിട്ടുണ്ട്, ഞാൻ പറയും ഗുരുവായൂരമ്മയുടെ ഫാമിലി ജെ. അപ്പോൾ പുള്ളി ചിരിച്ചു. അപ്പോൾ ആ ഒരു പാറ്റേൺ അല്ല ഇത് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ സബ്ജക്റ്റ് ഫുള്ള് കേട്ടിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് കേട്ടപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊരു ഡൗട്ടായി. കാരണം ഇത്രയും വലിയൊരു വർക്ക് നമ്മളെ കമ്മിറ്റ് ചെയ്യുക, ഇത്രയും വലിയ പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പാളിപ്പോയാലെന്നൊരു ഡൗട്ട് എനിക്കുണ്ടായി. പിന്നെ ഞാൻ അതിനെപ്പറ്റി കുറച്ച് സ്റ്റഡി ചെയ്ത് പഠിച്ചു. എൻ്റെ കൂടെയുള്ള ക്രൂ മെമ്പേഴ്സിനെയൊക്കെ വെച്ച് ആലോചിച്ചപ്പോൾ എന്തായാലും ചെയ്യാം, നമുക്ക് സാധിച്ചു കൊടുക്കണമല്ലോ എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഈ സൈറസ് ഇപ്പൊ കുട്ടിയെ എടുക്കുന്ന സീക്വൻസ് അതെല്ലാവരും ഭയങ്കര ഭീതിയോടുകൂടി പറയുന്ന കുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ടോ? കുട്ടിയുണ്ട്. കുട്ടി നമ്മളിപ്പോൾ അന്ന് കണ്ട ഫുൾ ബ്ലഡിൽ കുളിച്ചിരിക്കുന്ന കുട്ടിയാണ്. ഇപ്പോൾ ബ്ലഡൊന്നും ഇല്ല. പക്ഷെ അത് ഷൂട്ട് ചെയ്യുന്നത് ഭയങ്കര കുറച്ച് ഭീകരാവസ്ഥയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതായിരുന്നു ആ കുഞ്ഞ്. വൈറസ് ബായ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരുന്ന കുഞ്ഞ് ഇതായിരുന്നു. നമുക്ക് ഈ ഫുൾ ആക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. പക്ഷേ ഈ കുഞ്ഞ് ചെയ്തത് നമ്മുടെ സേതു ചെയ്തിട്ട് വർക്കാവുന്ന ഹൈദരാബാദിൽ നിന്ന് ഞാൻ ഒരാളെ കൊണ്ടുപോയി ചെയ്തു. കാരണം അവർ ഈ ആക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ആക്ഷനും, അതായത് വെയിറ്റ് ബാലൻസിങ് ഉണ്ട് ഇതിന്, എടുക്കുമ്പോൾ അറിയാം ആ ഒരു ബാലൻസിങ് കിട്ടിയാലേ ഈ ഷെയ്ക്ക് ഈ ഒരു ചലനം കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ ആൾക്കാരെ കൊണ്ടുവന്ന് നമ്മൾ ചെയ്തതാണ്. ഇതാണ് സൈറസ് കൊണ്ടുപോകുന്ന കുട്ടി. പക്ഷെ ഇതിന്റെ ഡീറ്റെയിലിംഗ് ഉണ്ട്, നമ്മൾ കുഞ്ഞ് എടുക്കുന്നത് വരെ ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുണ്ട്. കാരണം ആ ഒരു ലൈവായിട്ട് എടുക്കുമ്പോൾ ഉള്ളൊരു ലിക്വിഡും എല്ലാം വരുന്നുള്ള ഫുൾ ഡീറ്റെയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വാ വലിച്ച് കീറുന്നത്, അതെ അതെ അതെ, അതെങ്ങനെയാ ചെയ്തത്? പലരും എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമാണ്. കാരണം അതെ, പലരും എൻ്റെ അടുത്ത് ചോദിച്ചത്, ഇതൊക്കെ നമുക്കൊരു മോൾഡ് ഉണ്ടായിരുന്നു, ഇതിനൊരു ഐഡിയ ഉണ്ടായിരുന്നു. ഇത് ഇത്രയും ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ കലൈ മാസ്റ്റർ വിളിച്ച് സുധീ ഒരു കാര്യം പെട്ടെന്ന് വരാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് പോയതാണ്. പക്ഷെ എന്താ വായ കൊഞ്ച് കളിച്ചു കൊടുത്തു, ചുമ്മാ പറയാണ് വായ. അപ്പം ഞാൻ പറയാം എന്താ സമയം വായ മൊത്തത്തിൽ കീറണം. അപ്പം നമ്മൾ പെട്ടെന്ന് ഞാൻ എന്താ ചെയ്തല്ലേ പറ്റുള്ളൂ. ഞാൻ അപ്പം തന്നെ നമ്മളിരിക്കുന്ന മെറ്റീരിയൽ തന്നെ സിൽക്കോണിൽ തന്നെയാണ് അവിടെ തന്നെ ക്രിയേറ്റ് ചെയ്ത സാധനമാണ്. ഈ രണ്ട് സൈഡ് വാ ഇങ്ങനെ കീറുന്നതും അകത്ത് കളറിങ് ചെയ്തിട്ട് ബ്ലഡ് ആഡ് ചെയ്തതും. അപ്പോൾ ആ കീറുന്നതനുസരിച്ച് ബ്ലഡ്, ഉള്ളിലുള്ള ബ്ലഡ് പുറത്തോട്ട് വരും. അതേ നമ്മൾ ഓൾറെഡി ഇവിടെ നിന്ന് ഇങ്ങനെ കീറി വെച്ചിങ്ങനെ പീസ് ഉണ്ടാക്കി വെച്ചു. പിന്നെ ഉള്ളിൽ കളർ ചെയ്തു, അവരെ സ്കിന്നിൽ തന്നെ കളർ ചെയ്തു. ഉള്ളിൽ ബ്ലഡും ജെൽ ബ്ലഡ് എന്ന് പറഞ്ഞ ഒരു തിക്ക് ബ്ലഡ് ഉണ്ട്, അതും കൂടെ ആഡ് ചെയ്തു. വലിച്ച് കീറുമ്പോഴത്തേക്കും സാധനം പുറത്തു വരും. അത് ഭയങ്കര രസമായിട്ട് ഒറ്റ ടേക്കിൽ തന്നെ കിട്ടി. അതാണ് ആ റിസൾട്ട്. രണ്ടാമത് ചെയ്തതെങ്കിൽ ചിലപ്പോൾ പണി പാളിപ്പോയേനെ. ഒറ്റ ടേക്കിൽ കിട്ടി. കാരണം രണ്ടാമത് ആണെങ്കിൽ ഈ സാധനത്തിന് പ്രൊഫഷൻ കിട്ടത്തില്ല. അത് ഞാൻ അവിടെ ചെയ്യുന്നത് ദൈവമേ വിളിച്ചുകൊണ്ട് നിൽക്കുന്നത്. കാരണം കിട്ടിയെന്നുള്ളത്. പിന്നെ ചെയ്യുമ്പോൾ പിന്നെ അടുത്തിന് ഈ സംഭവം പ്രൊഫഷൻ കിട്ടും. പക്ഷെ അത് ഒരുപാട്. പക്ഷെ എന്താ വായ കൊഞ്ച് കളിച്ചു കൊടുക്കും, ചുമ്മാ പറയാണ് വായ. അപ്പം ഞാൻ പറയാം എന്താ സമയം വായ മൊത്തത്തിൽ കീറണം. അപ്പം നമ്മൾ പെട്ടെന്ന് ഞാൻ എന്താ ചെയ്തല്ലേ പറ്റുള്ളൂ. ഞാൻ അപ്പം തന്നെ നമ്മളിരിക്കുന്ന മെറ്റീരിയൽ തന്നെ സിൽക്കോണിൽ തന്നെയാണ് അവിടെ തന്നെ ക്രിയേറ്റ് ചെയ്ത സാധനമാണ്. ഈ രണ്ട് സൈഡ് വാ ഇങ്ങനെ കീറുന്നതും അകത്ത് കളറിങ് ചെയ്തിട്ട് ബ്ലഡ് ആഡ് ചെയ്തതും. ഇതിനായിട്ട് പോലും നമ്മൾ മുമ്പ് സിനിമകളിൽ കണ്ടിട്ടില്ല. ഏതായാലും മലയാള സിനിമയുടെ യശസ് ഇൻ ടേംസ് ഓഫ് ടെക്നിക്കാലിറ്റി അല്ലെങ്കിൽ ബ്രൂട്ടൽ സീൻസ് ഇൻ റീലിൽ കാണിക്കുക എന്നൊക്കെ പറയുന്നത് ഗംഭീരമാണ്. അത് നിങ്ങൾ ഇത്രയധികം കഠിനാധ്വാനം കൊടുത്തതാണ് ഞങ്ങൾ സ്ക്രീനിൽ കണ്ടിട്ട്. അതിന് തരുന്ന കരഘോഷമായാലും ഇപ്പോൾ വരുന്ന കളക്ഷൻ ആയാലും എല്ലാം. ഇപ്പോൾ ഹിന്ദിയിൽ ഉൾപ്പെടെ അവിടെ ഒരു ഹിന്ദി സിനിമ ആയിട്ടുള്ള ബേബി ജോണിനേക്കാളും കളക്ഷനാണ് മാർക്കോൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എത്രയോ പകലില്ലാതെ ചെയ്ത അധ്വാനത്തിന്റെ ഫലമായിട്ട് വേണം അതിനെ മനസ്സിലാക്കാൻ. എന്തായാലും സുധി ചേട്ടൻ ഇനിയും മലയാള സിനിമയ്ക്കും ഇന്ത്യൻ സിനിമയ്ക്കും പേര് ചേർക്കാൻ പറ്റാവുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ. ഒരുപാട് നന്ദി. ആദ്യമായിട്ടാണ് ഇത്രയധികം ബോഡി പാർട്സ് ആയിട്ട് ഒരാൾ ഈ ഫ്ലോറിലേക്ക് വരുന്നത്. കാണാൻ കഴിഞ്ഞതിലും നിങ്ങളുടെ വിഷൻ അറിയാൻ സാധിച്ചതിലൊക്കെ ഒരുപാട് സന്തോഷം. താങ്ക് യു.